students, welcome to Sonu's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എക്സസൈസ് 6.1 ക്വസ്റ്റ്യൻ നമ്പർ 6 മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ. The radius of a circle is increasing at the rate of 0.7 centimeter per second. Okay, so നമുക്ക് തന്നിട്ടുള്ള എന്താണ്? Radius is increasing at the rate of. So dr by dt നമുക്ക് തന്നിട്ടുണ്ട് 0.7. So that is 0.7 centimeter per second. Okay, so യൂണിറ്റ് നോക്കുമ്പോൾ തന്നെ സെന്റിമീറ്ററും സെക്കൻഡും ഓക്കെ നമ്മൾ എഴുതിയത് കറക്റ്റ് ആണ്. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഇറ്റ് സർക്കുംഫറൻസ്? ഓക്കെ, സർക്കുംഫറൻസിന്റെ റേറ്റ് ഓഫ് ഇൻക്രീസ് ആണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ് ഈസ് dc by dt. സോ എന്താണ് സർക്കുംഫറൻസ് ഓഫ് എ സർക്കിൾ? സർക്കുംഫറൻസ് ഓഫ് എ സർക്കിൾ ഇസ് pi r അല്ലേ? സോ c is equal to 2 pi r. നമുക്ക് കാണേണ്ട എന്താണ്? dc by dt. So dc by dt is equal to 2 pi into എന്താ? dr by dt. Okay, so നമുക്ക് dr by dt യുടെ വാല്യൂ തന്നിട്ടുണ്ട്. So 2 pi into 0.7. So 0.7 നമ്മൾ എഴുതി. So 7 2s are 14. That is 1.4 pi. Okay, 1.4 pi. സർക്കുംഫറൻസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെന്റിമീറ്ററിലായിരിക്കും അല്ലെ? ഇവിടെ നമുക്ക് സെന്റിമീറ്റർ അല്ല. സോ സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 7. The length x of a rectangle is decreasing at the rate of 5 cm per minute. Okay, so നമ്മൾ increasing ആയിരുന്നു ഇത്രയും നേരം ചെയ്തത്. So decreasing എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റെക്ടാംഗിൾ ഉണ്ട്. ഓക്കെ, റെക്ടാംഗിൾ is decreasing at the length x. ലെങ്ത് x ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഡിക്രീസിങ് മീൻസ് എന്താണ്? നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. സോ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? dx ലെങ്ത് എന്ന് വെച്ചാൽ x is decreasing at the rate of, so dx by dt, so decreasing at the rate of 5 centimeter per minute എന്ന് ആണ്. സോ നമുക്ക് -5 ആയിരിക്കും വരുന്നത് ഡിക്രീസിങ് ആയതുകൊണ്ട്. ഓക്കെ, dx by dt is equal to -5 centimeter per minute. Okay, and the width y is increasing. Okay, width y increasing ആണ്. So dy by dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? at the rate of 4 centimeter per minute. Okay, so that is 4 centimeter per minute. Okay, when x is equal to 8 centimeter and y is equal to 6 centimeter. x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 centimeter, y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 centimeter ആകുമ്പോൾ find the rate of change of perimeter. Okay, so നമുക്ക് കാണേണ്ടത് dp by dt യും okay and area of the rectangle. രണ്ടാമത് എന്താ? dA by dt യും. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് കാണുന്നത്. സോ വാട്ട് ഈസ് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ? പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 into l plus y. ദാറ്റ് ഈസ് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ. ഓക്കെ, സോ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു പെരിമീറ്റർ p ഇസ് ഈക്വൽ ടു 2 into l plus b. അതാണ് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ. ഓക്കെ, സോ ഇവിടെ x ഉം y ഉം ആയതിന് 2 into x plus y. നമുക്ക് dp by dt അല്ലേ കാണേണ്ടത്. സോ dp by dt is equal to 2 into ഇത് dx by dt വരും പ്ലസ് dy by dt വരും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് dx by dt യുടെ dy by dt യുടെ വാല്യൂ നമുക്ക് എന്താ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ദാറ്റ് ഈസ് 2 into dx by dt is -5 plus dy by dt is 4. So that is -2. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും യൂണിറ്റ്? സെന്റിമീറ്ററിലായിരിക്കും യൂണിറ്റ്. -2 centimeter per second. ഫസ്റ്റ് നമുക്ക് പെരിമീറ്റർ ആയിരുന്നു. നെക്സ്റ്റ് എന്താണ്? ഏരിയ കാണണം. ഓക്കെ, സോ നമുക്ക് പെരിമീറ്റർ എന്താണ്? -2 centimeter per ഓക്കെ, ഇത് നമുക്ക് ടൈം മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സെന്റിമീറ്റർ പെർ മിനിറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ ക്വസ്റ്റനിൽ മിനിറ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ്? ആൻസറിൽ മിനിറ്റ് തന്നെ ഇടുക. ഓക്കെ, സോ ഇനി നമുക്ക് dA by dt ആണ് കാണേണ്ടത് അല്ലേ?
സോ dA/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. എന്താ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ? ഏരിയ ഓഫ് റെക്ടാങ്കിൾ is equal to length into breadth. So ഇവിടെ എന്താണ്? x into y. So area is equal to x into y. Okay, നമ്മൾ dA/dt ആണ് കാണുന്നത്. സോ ഇവിടെ നമ്മൾ എന്ത് റൂൾ ആണ് യൂസ് ചെയ്യുന്നത്? പ്രോഡക്റ്റ് റൂൾ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ? സോ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് അല്ലെ, പ്ലസ് സെക്കൻഡ് ഇൻറ്റു d/dt ഓഫ് dx. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാൻ മറക്കരുത്. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു dy/dx. സോ നമുക്ക് dy/dt. സോ എക്സ് ഇൻറ്റു dy/dtയും y ഇൻറ്റു dx/dt ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എക്സ് ഇൻറ്റു dy/dt നമുക്കുണ്ട് 4 ആണ്, പ്ലസ് y ഇൻറ്റു dx/dt എന്താണ്? -5 ആണ്, -5. സോ 4x minus 5y എന്ന് കിട്ടി dA/dt. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് when x is equal to 8 cm and y is equal to 6 cm. സോ നമുക്ക് ആ വാല്യൂസ് എന്താ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. at x is equal to 8 and y is equal to 6. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? dA/dt is equal to 4 into x ന്റെ വാല്യൂ 8 minus 5 into 6. So 32 minus 30 എന്ന് വരും. So that is 2. Okay, എന്താ യൂണിറ്റ്? യൂണിറ്റ് എന്ന് പറയുമ്പം നമുക്ക് ഇത് സ്ക്വയർ വരും. സോ സെന്റിമീറ്റർ സ്ക്വയർ പെർ എന്താ dt, ടൈം ഇൻ ദ റെസ്പെക്ട് ഓഫ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്, സോറി മിനിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു അല്ല, എന്താണ് ടൈമിന്റെ യൂണിറ്റ് എന്താണ്? മിനിറ്റ്സിലാണ് തന്നിരിക്കുന്നത്, സെക്കൻഡ്സിലല്ല. സോ സെന്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റ്, ഇതാണ് നമ്മുടെ dA/dt. ഓക്കെ, സോ നമ്മൾ dP/dtയും കണ്ടു, പിന്നെ dA/dtയും കണ്ടു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8. A balloon which always remains spherical ആയിട്ടുള്ള ഒരു ബലൂൺ, ഓക്കെ, on inflation is being inflated by pumping in 900 cubic centimeters of gas per second. Okay, എന്താണ്? ബലൂൺ ഇങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ബലൂൺ ഇങ്ങനെ വീർത്തോണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? അതിന്റെ വോളിയം എന്താണ്? ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, വോളിയം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ റേഡിയസ് ഓഫ് ദ ബലൂൺ ഇൻക്രീസസ് when the radius is 15 centimeter. Okay, ഇത് നമുക്ക് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പതുക്കെ ഓരോന്നോരോന്ന് വായിക്കാം. A balloon which always remains spherical on inflation is being inflated by pumping in 900 cubic centimeters എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെ. ക്യൂബിക് എന്ന് വെച്ചാൽ സെന്റിമീറ്റർ ക്യൂബ് എന്നാണ്. സോ നമുക്ക് തന്നിരിക്കുന്ന എന്തായിരിക്കും? dV/dt. ഓക്കെ, അത് മാത്രമല്ല ബലൂണിലേക്ക് എയർ പമ്പ് ചെയ്യുമ്പോൾ അതിന്റെ വോളിയം ആണ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, സോ dV/dt നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 900 centimeter cube per second. Okay, finds the rate at which the radius of the balloon increases. Okay, so dR/dt നമുക്ക് കണ്ടുപിടിക്കാം. Okay, find the rate at which the radius of the balloon increases when the radius is 15 cm. അത് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, നമുക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും dR/dt കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് dR/dt കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. dV/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സോ എന്താണ് വോളിയം ഓഫ് എ സ്പിയർ? വോളിയം ഓഫ് എ സ്പിയർ ഇസ് ഈക്വൽ ടു, എന്താണ് വോളിയം ഓഫ് എ സ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ? 4/3πr³. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്താണ്? വോളിയം ആണ്, സോറി, V is equal to 4/3πr³. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുള്ളത് dV/dt ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു t നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് dV/dt പ്ലേസിൽ 900 ഇടാമല്ലോ. ഓക്കെ, സോ dV/dt is equal to 4/3π into ഇവിടെ എന്താ 3r² എന്ന് വരും. സോ 3r² into
dr/dt. അത് മാത്രമല്ല നമുക്ക് dr/dt എന്നുള്ളത് കണ്ടുപിടിക്കുകയും ചെയ്യാം. ഓക്കെ, സോ dv/dt എന്ന് പറഞ്ഞാൽ 900 ആണ്. സോ ഞാൻ 900 വാല്യൂ ഇട്ടു. സോ ദാറ്റ് ഈസ് ഈ 3യും 3യും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ 4πr² ഇൻറ്റു എന്താ dr/dt. ഓക്കെ, സോ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് dr/dt മാത്രമായിട്ട് കാണണം. ഓക്കെ, സോ ദെയർഫോർ dr/dt എന്ന് വെച്ചാൽ എന്താ 900 ഡിവൈഡഡ് ബൈ 4πr². ഓക്കെ, ഇതിന്റെ യൂണിറ്റ് വരുന്നത് എങ്ങനെയാണ് വരുന്നത്? ഇത് നമുക്ക് റേഡിയസ് ആണ്. സോ റേഡിയസ് എന്ന് പറയുമ്പോൾ സെന്റിമീറ്റർ ഉണ്ട്. ഓക്കെ, സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ പെർ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്സിൽ തന്നെയല്ലേ? ഓക്കെ, സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് dr/dt കണ്ടു. ഇതായിരുന്നു നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താ റേഡിയസ് 15 സെന്റിമീറ്റർ ആകുമ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കണമെന്ന് അല്ലേ? സോ റേഡിയസ് 15 സെന്റിമീറ്റർ ആകുമ്പോൾ dr/dt at r is equal to 15. So 900 divided by 4π into 15 into 15. Okay, 15 into 15 225 into 4 900 എന്ന് വരും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? 1/π. യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. A balloon which always remains spherical has a variable radius. Okay, find the rate at which its volume is increasing. So volume ആണ് increasing with the radius. So volume is increasing with the radius. dv/dr ആണ് നമുക്ക് കാണേണ്ടത്. Okay, when the later is 10 centimeter. Okay, അതായത് റേഡിയസ് 10 centimeter ആവുമ്പോഴും കാണണം. Okay, so നമുക്കറിയാം വോളിയം ഇത് സ്പിയർ അല്ലേ? സോ വോളിയം ഓഫ് സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? Volume of sphere is 4/3 pi r cube. So V is equal to 4/3 pi r cube. dv/dr ആണല്ലേ? dv/dr is equal to 4/3 pi into 3r². Okay, with respect to r ആയതുകൊണ്ട് into നമുക്കൊന്നും ഇല്ല. Okay, so നമുക്ക് ഈ 3യും 3യും കൂടെ ക്യാൻസൽ ആക്കാം. സോ 4πr² എന്ന് കിട്ടി. സോ ഇനി എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്? when the radius is 10 centimeter. Okay, so dv/dr at r is equal to 10. യൂണിറ്റ് എന്താ വരുന്നത്? സെന്റിമീറ്റർ ക്യൂബ് പെർ സെന്റിമീറ്റർ അല്ലേ? സോ അറ്റ് r is equal to 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4π into 10 into 10. So 400 pi centimeter cube per സെന്റിമീറ്റർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. A ladder 5 meter long is leaning against a wall. ഓക്കെ, സോ നമുക്ക് ഒരു വാൾ ഉണ്ട്. ഓക്കെ, ഒരു ലാഡർ. അപ്പം ഇത് നമ്മുടെ ഗ്രൗണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഗ്രൗണ്ട്. ഓക്കെ, ഇത് നമ്മുടെ വാള്. ഇത് നമ്മുടെ ഗ്രൗണ്ട്, ഇത് നമ്മുടെ വാള്. ഓക്കെ, സോ എന്താണ്? ഇനി ഒരു ലാഡർ വെച്ചിരിക്കുകയാണ്. സോ ഇങ്ങനെയല്ലേ നമ്മൾ ലാഡർ വെക്കുന്നത്? ഓക്കെ, ഇങ്ങനെ ലാഡർ വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ലാഡർ 5 meter ലോങ്. ഓക്കെ, ലാഡറിന്റെ ലെങ്ത് എത്രയാണ്? 5 meter ആണ്. ഓക്കെ, is leaning against the wall. The bottom of the ladder is pulled along the ground. Okay, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാഡറിന്റെ താഴെ പിടിച്ചിട്ട് നമ്മൾ എന്താണ് ഇങ്ങോട്ടേക്ക് വലിക്കുകയാണ്. സോ താഴെ ഈ ലാഡറിൽ നമ്മൾ ഇങ്ങോട്ടേക്ക്, അതായത് ഈ ലാഡറിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ എങ്ങനെയാ വരിക? ഓക്കെ, ഈ ലാഡർ നമ്മൾ ഇങ്ങോട്ടേക്ക് വലിക്കുകയാണ്. സോ ഈ ലാഡർ എന്താണ്? ഇതിന്റെ ലെങ്ത് കുറയാണ്. അതായത് ഇവിടെ നിന്ന് എന്താണ് ലെങ്ത് ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? നിങ്ങളൊരു സാധനം വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറയുന്നതനുസരിച്ച് ഇവിടെ എന്താണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്താണ്? ഈ ലാഡറിന്റെ ഹൈറ്റ് എന്താ ഡിക്രീസ് ചെയ്യുകയും പിന്നെ ഈ എന്താണ് ഈ ഒരു ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയും ആണ് ചെയ്യുന്നത്.
നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ തന്നെ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്, ഒരു വാളിൽ ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. സോ നിങ്ങൾ എന്താണ്, അങ്ങോട്ടേക്ക് പോവാണ്. സോ എന്താണ്, നിങ്ങളുടെ ഡിസ്റ്റൻസ്, അതായത് നിങ്ങളുടെ ഹൈറ്റ് കുറയാണ്, പിന്നെ നിങ്ങളുടെ ബോഡി അങ്ങോട്ടേക്കല്ലേ, അപ്പൊ അങ്ങോട്ടുള്ള ദൂരം എന്താണ്, ഡിസ്റ്റൻസ് കൂടുകയാണ്. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ എന്താണ്, ലാഡറിന്റെ ഹൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ദ ബോട്ടം ഓഫ് ദ ലാഡർ ഇസ് പുൾഡ് അലോങ് ദ ഗ്രൗണ്ട്, അതിനെ ഇങ്ങോട്ട് വലിക്കുകയാണ്, എവേ ഫ്രം ദ വാൾ. ഓക്കെ, ഈ വാളിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് ഇങ്ങോട്ടേക്ക് വലിക്കുകയാണ്. ഓക്കെ, അറ്റ് ദ റേറ്റ് ഓഫ് 2 centimeter per second. ഓക്കെ, സോ നമുക്ക് ഇപ്പൊ ഇതിനെ നമുക്കൊരു എക്സ് ആയിട്ട് കൊടുക്കാം. ലെറ്റ് ദാറ്റ് ബി എക്സ്. ഇത് ഒരു എച്ചും ആയിട്ടും കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ എന്താ പറയുന്നത്, ദ ബോട്ടം ഓഫ് ദ ലാഡർ ഇസ് പുൾഡ് അലോങ് ദ ഗ്രൗണ്ട് എവേ ഫ്രം ദ വാൾ അറ്റ് ദ റേറ്റ് ഓഫ് 2 centimeter per second എന്ന് പറയുമ്പോൾ dx by dt അല്ലേ? ഇത് ഇങ്ങോട്ട് പുള്ളി ചെയ്യാണ് 2 centimeter per second, 2 centimeter per second അല്ലേ? ഇതല്ലേ, ഇതാണ് ഇങ്ങോട്ടേക്ക് വലിക്കുന്നത്. സോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പുൾഡ് അലോങ് ദ ഗ്രൗണ്ട് 2 centimeter per second. How fast is its height? നമുക്ക് കാണേണ്ടതാണ് dx by height on the wall decreasing with respect ഒന്നും തന്നിട്ടില്ല. സോ dh by dt ആണ് കണ്ടുപിടിക്കേണ്ടത്. When the foot of the ladder is 4 meter away from the wall. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഓക്കെ, ഇപ്പം ഇത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, വേറെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, നമുക്കിത് നോക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് എ ബി സി ഇടാം. ഓക്കെ, ഇതെന്താണ്, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, സോ നമുക്ക് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യാം അല്ലെ. ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെ. ഹൈപ്പോട്ടനൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ആണ്. ഓക്കെ, സോ എ ബി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി ഇസ് 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സി ഇസ് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് 25 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് വരും. ഇത് നമുക്ക് എന്താണ്, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം അല്ലെ. സോ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടേക്കിംഗ് ദ ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 വരും. ഇവിടെ എന്താണ്, 2x into dx by dt. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു t അല്ലേ നമ്മൾ ചെയ്യേണ്ടത്. സോ dx by dt പ്ലസ് 2h into dh by dt. ഓക്കെ, കണ്ടോ, dh by dt ഇതിനുള്ളിൽ തന്നെ വന്നത് കണ്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് dx by dt യുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലെ. സോ 2x into dx by dt എന്താണ്, 2 ആണ്, പ്ലസ് 2h into dh by dt. സോ ഇതെന്താ, 4x എന്ന് വരും അല്ലേ. സോ 4x പ്ലസ് 2h into dh by dt ഇത് നമുക്ക് 0 ആയിട്ട് എഴുതാം. ഓക്കെ, സോ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് when the foot of the ladder is 4 meter from the wall എന്ന് പറയുമ്പോൾ എന്താണ്, foot of the ladder is 4 meter from the wall എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് 4 centimeter ആകുമ്പോൾ, സെന്റിമീറ്ററിലല്ല തന്നിരിക്കുന്നത്, മീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ 4 meter ആകുമ്പോൾ, ഓക്കെ, എവേ ഫ്രം ദ വാൾ ആകുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഹൗ ഫാസ്റ്റ് ഈസ് ഇറ്റ്സ് height on the wall decreasing when the foot of the ladder is 4 meter away from the wall. Okay, so നമ്മൾ ഇവിടെ 4 meter കൊടുക്കുക, അതായത് ഇവിടെ 4 meter ആകുമ്പോൾ ഇവിടെ എന്താ വരിക, നമുക്ക് എന്താണ്, പൈതഗോറസ് തിയറം, പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സൈഡ്, അതായത് എ സി ഇസ് ഈക്വൽ ടു എങ്ങനെയാ, റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് വരും അല്ലേ. സോ ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 25 മൈനസ് 16 root of 9 that is equal to 3. So അതായത് എക്സിൽ നമ്മൾ 4 കൊടുത്താൽ എന്താ, എച്ചിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 3 ആകും. ഓക്കെ അല്ലേ. സോ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് എക്സിന്റെ വാല്യൂ നമ്മൾ 4 കൊടുക്കണം. സോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, എച്ചിന്റെ വാല്യൂ അവിടെ ചേഞ്ച് ആവും. നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, എച്ചിന്റെ വാല്യൂ അവിടെ ചേഞ്ച് ആവും. എച്ചിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ സി അല്ലെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു 3 മീറ്റർ ആകും. ഓക്കെ, സോ നമ്മൾ എന്താണ്, ഇതിനകത്ത് എന്താ, നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാമല്ലോ. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, 0 is equal to 4x plus
4x. എക്സിന്റെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറ്റ് x is equal to 4. അപ്പൊ സോ 4 into 4. ഓക്കെ, 4 into 4 പ്ലസ് 2 into h. ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയത്? 3 ആണ് കിട്ടിയത്. ഓക്കെ, സോ 2 into 3 into dh by dt. ഓക്കെ, സോ ഇതെന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 16 minus 3 2s are 6 into dh by dt. 0 is equal to, okay, so ഇവിടെ പ്ലസ് ആണ്, 16 പ്ലസ്. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ്? നമുക്ക് ഇത് 6 minus 6 into dh by dt is equal to 16 എന്ന് നമ്മൾ എഴുതി. അതായത് ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇനി നമുക്ക് dh by dt യുടെ വാല്യൂ കിട്ടുമല്ലോ. സോ therefore dh by dt is equal to minus 16 by 6. So 2 വെച്ചിട്ട് ക്യാൻസൽ ചെയ്താൽ 2 8s are 16, 3s are 6. Minus 8 by 3, minus 8 by 3. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ ടേംസിലാണ്? മീറ്റർ ആണ്. മീറ്റർ പെർ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, സോ നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ലാഡർ ഉണ്ട്, അതിങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ താഴെ പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വലിക്കുകയാണ്. സോ എന്താണ്? അതിന്റെ ഹൈറ്റ് കുറഞ്ഞു വരികയാണ്. അത് കണ്ടോ, നമുക്ക് dh by dt കണ്ടോ, മൈനസിലാണ് ആൻസർ കിട്ടിയത്. ഓക്കെ, മൈനസിൽ ആൻസർ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിക്രീസിങ് ആണ്. സോ ദിസ് ഹൈറ്റ് ഈസ് ഡിക്രീസിങ്. ഓക്കെ, അപ്പം കറക്റ്റ് ആൻസർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ അത് പിടിച്ച് വലിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ നമ്മുടെ ഹൈറ്റ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. എക്സ്, അതായത് പോസിറ്റീവ് വാല്യൂ ആവുകയും ചെയ്യും. ഓക്കെ, സോ പിന്നെ നമുക്ക് എന്തായിരുന്നു? നമുക്ക് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ്? ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ്? ഡെറിവേറ്റീവ് എടുത്തു. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 4 മീറ്റർ എവേ ഫ്രം ദ വാൾ, അതായത് എക്സിന്റെ വാല്യൂ 4 മീറ്റർ ആണ്. എക്സിന്റെ വാല്യൂ 4 മീറ്റർ ആകുമ്പോൾ നമുക്ക് എന്താണ്? എഗെയിൻ എന്താണ്? പൈത്തഗോറസ് തിയറം യൂസ് ചെയ്ത് നമുക്ക് എന്താണ്? ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സോ എക്സിന്റെ വാല്യൂ 4 ആകുമ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? എച്ചിന്റെ വാല്യൂ 3 ആകും. ഓക്കെ, അപ്പൊ നമ്മൾ അത് രണ്ടും നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്തു. dh by dt കണ്ടു. dh by dt അല്ലാതെ നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് dh by dt കിട്ടി. So students, if you like my videos, please like, share and subscribe my channel. Thank you so much.